ഷൊർണൂരിലെ മോഷണത്തിലാണ് ഒരു ട്വിസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. കാണാതായി എന്ന് പറഞ്ഞ 63 പവൻ സ്വർണം തിരികെ ലഭിച്ചിരിക്കുന്നു. വീട്ടുകാർ തന്നെ നടത്തിയ തെരച്ചിലിലാണ് അലമാരയിലെ താഴത്തെ അറയിൽ നിന്ന് സ്വർണ്ണാഭരണങ്ങൾ കിട്ടിയത്. 1 ലക്ഷം രൂപയും വാച്ചും മാത്രമാണ് നഷ്ടപ്പെട്ടതെന്ന് ഉടമ ബാലകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്. നിഖിൽ പ്രമേഷാണ് പാലക്കാട് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. നിഖിൽ, ഈ പലയിടങ്ങളിലും മോഷണം ആവർത്തിക്കപ്പെടുന്നു എന്നൊക്കെയുള്ള ആശങ്കകളോടെയാണ് കഴിഞ്ഞ മണിക്കൂർ നമ്മൾ ഈ വാർത്ത നൽകിയത്. പക്ഷേ ഇപ്പോൾ അതിലത്തെ ട്വിസ്റ്റ് അത് ഒരു കൗതുകമായി തോന്നുന്നു. 63 ലക്ഷം രൂപ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിടത്ത് ഇപ്പോൾ പറയുന്നത് 1 ലക്ഷം രൂപ മാത്രമാണ് നഷ്ടപ്പെട്ടത്. മോഷണം നടന്നിട്ടുണ്ട് എന്ന കാര്യം അത് വസ്തുതയാണോ? 63 പവൻ നഷ്ടമായി എന്നുള്ളതായിരുന്നു ഇവരുടെ പരാതി. അത് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്നത് തന്നെയായിരുന്നു. ഇതേ തുടർന്നാണ് ഒറ്റപ്പാലം പോലീസും വിരലടയാള വിദഗ്ധരുമൊക്കെ ഇവരുടെ വീട്ടിലെത്തി, ബാലകൃഷ്ണന്റെ വീട്ടിലെത്തി കാര്യമായ പരിശോധനകൾ അവർ നടത്തിയത്. പക്ഷെ അവർ നടത്തിയ പരിശോധനയിലൊന്നും തന്നെ ഈ സ്വർണം കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞിരുന്നില്ല. പിന്നീട് ബാലകൃഷ്ണനും കുടുംബവും തന്നെ നടത്തിയ പരിശോധനയിലാണ് ഈ അവരുടെ വീടിന്റെ തന്നെ അലമാരയുടെ താഴെ ഭാഗത്ത് നിന്ന് ഈ സ്വർണം കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇപ്പോൾ പറയുന്നത് 1 ലക്ഷം രൂപയും റാഡോ വാച്ചും മാത്രമാണ് നഷ്ടമായത് എന്നുള്ളതാണ്. എന്തായാലും ഇക്കാര്യത്തിൽ പോലീസിന്റെ അന്വേഷണം, ഒറ്റപ്പാലം പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. എങ്ങനെയാണ് ഇത്രയധികം സ്വർണം നഷ്ടമായി എന്ന് ആദ്യഘട്ടത്തിൽ കരുതുന്ന ഒരു സാഹചര്യം ഉണ്ടായത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇപ്പോൾ അന്വേഷണ വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇപ്പോൾ പറയുന്നതനുസരിച്ച് 1 ലക്ഷം രൂപയും ഒരു വാച്ചും നഷ്ടമായി എന്നുള്ളതാണ് ഗൃഹനാഥൻ പറയുന്നത്. പ്രജിൻ, യെസ്, അപ്പോൾ എന്തായാലും ആ പരാതി സംബന്ധിച്ച കൂടുതൽ അന്വേഷണം അത് പോലീസ് നിർത്തുന്നില്ല, അത് തുടരുന്നുണ്ട്. എന്തുകൊണ്ട് ആദ്യഘട്ടത്തിൽ ഇത്രമാത്രം പവൻ സ്വർണം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു, പിന്നീട് അത് തിരിച്ചു കിട്ടിയെന്ന് പറയുന്നു, എന്നാൽ 1 ലക്ഷം രൂപ നഷ്ടമായിട്ടുണ്ട് എന്നും പറയുന്നുണ്ട്. അപ്പോൾ അടിമുടി ആ പരാതിയെക്കുറിച്ച് കൂടുതലായി അന്വേഷിക്കേണ്ടതുണ്ട് എന്ന് പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. ആ അന്വേഷണവുമായി മുന്നോട്ട് പോവുകയാണ് പോലീസ് അവിടെ. നിഖിൽ പ്രമേഷാണ് പാലക്കാട് നിന്നും വിവരങ്ങൾ നൽകിയത്.